നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി സമരങ്ങളിൽ ഒരു നിർണായകമായ പങ്ക് വഹിക്കാനുണ്ടാകുമെന്ന് ഇപ്പോഴേ തന്നെ പറഞ്ഞു വയ്ക്കാവുന്നതാണ്. ഞാൻ വളരെ നീണ്ട ഒരു പ്രസംഗം നടത്തുന്നില്ല, 3-4 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളെപ്പറ്റിയാണ് ആദ്യം പറയേണ്ടത്. നിങ്ങളുടെ ഈ വരവും ഇരിപ്പും ഇന്നൊരു പ്രവൃത്തി ദിവസമാണ്. നിങ്ങൾക്ക് കുറച്ച് നന്നായിട്ട് അടിച്ചാലും ഒരു തെറ്റില്ലാത്തൊരു സന്ദർഭം കളഞ്ഞു കുളിക്കുക. അവസരങ്ങൾ വല്ലപ്പോഴേ വരുവുള്ളൂ, അത് കളഞ്ഞു കുളിക്കരുത്. ആയിക്കോട്ടെ, ഇനി കൂടെ അടിക്കുകയും ചെയ്യരുത് പ്ലീസ്. അതാണ് ഒരു കാര്യം. രണ്ടാമത്, നമ്മളുടെ ഈ സമരത്തിൻ്റെ പശ്ചാത്തലമെന്ന് പറയുന്നത് കഴിഞ്ഞ 9-ാം തീയതി നടന്ന അഖിലേന്ത്യാ സമരപ്രഖ്യാപന കൺവെൻഷൻ ജനുവരി 9. അതിൽ പ്രഖ്യാപിച്ചത് നിങ്ങൾക്കറിയാം, ഫെബ്രുവരി 12-ാം തീയതി നമ്മുടെ രാജ്യത്തിൽ അഖിലേന്ത്യാ പണിമുടക്കിലേക്ക് പോവുകയാണ്. അത് പശ്ചാത്തലം നിങ്ങൾക്കറിയാം. ലേബർ കോഡുകൾ പിൻവലിക്കുന്നത് മാത്രമല്ല, ഇലക്ട്രിസിറ്റി നിയമത്തിൻ്റെ ഭേദഗതി, വിത്ത് ബില്ലിൻ്റെ പുതിയ നിയമം, നമ്മളുടെ ഉള്ളുറപ്പ് പദ്ധതിയുടെ പുനഃസ്ഥാപനം, ഇങ്ങനെ ഒരു 3-4 കാര്യങ്ങൾ കൂടി അതിനകത്ത് ചേരുന്നു. ഒരു സമരത്തിന്റെ വിജയം സമരത്തിനിടയാക്കിയ പ്രശ്നം സൃഷ്ടിച്ചവരെ പരാജയപ്പെടുത്തി പുറകോട്ട് പോയി തിരുത്തിക്കല. അതൊരു യുദ്ധം പോലെയാണ്. അതിൽ വിജയിക്കണമെങ്കിൽ, ഏത് യുദ്ധവും ജയിക്കണമെങ്കിൽ ബന്ധുക്കളുടെ എണ്ണം പരമാവധിയാക്കുകയും ശത്രുവിനെ ഒറ്റപ്പെടുത്തുകയും വേണം. ഇന്ന് തുടങ്ങുന്ന ഈ സമരം അത്തരമൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് നീങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ തൊഴിലാളികൾ മാത്രമല്ല, ഈ തൊഴിലാളികൾക്ക് തന്നെ ലേബർ കോഡെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അവരെ നെഞ്ചി തട്ടുന്നുണ്ടോ? എന്നെയും നിങ്ങളെയും അത് എങ്ങനെ ബാധിച്ചു ആരെങ്കിലും ചോദിച്ചാൽ, ഇതപ്പര്യൻ നമ്മൾ നേടിയ അവകാശങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാക്കി തരിശു ഭൂമിയാക്കുന്ന തൊഴിലാളിയെ, നിരായുധനാക്കുന്ന തൊഴിലാളിയെ, സംഘടനയില്ലാത്ത തൊഴിലാളികളെ, വിലപേശില്ലാത്ത തൊഴിലാളികളെ സൃഷ്ടിക്കുന്ന പരിപാടിയാണ് ലേബർ കോഡ് എന്ന് അറിയുമ്പോഴേ അത് നെഞ്ചി തട്ടു. അല്ലെങ്കിൽ ലേബർ കോഡ് ഒരു വിഷയത്തിൽ നമുക്ക് ആക്ട് ചെയ്യണമെങ്കിൽ, ഇടപെടണമെങ്കിൽ ഏറ്റവും ശരിയായ ഇടപെടൽ വേണ്ടത് ബോധ്യമാണ്. കൺവിക്ഷൻ, ബോധ്യം. ബോധ്യം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നിർബന്ധിച്ചാൽ ബോധ്യം വരില്ല. ബോധ്യത്തിന്റെ വരവും വളർച്ചയും ആന്തരികമാണ്. നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ സ്വീകരിക്കുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. ഒരാളുടെ ബോധ്യം അയാളുടെ അനുഭവങ്ങളിൽ നിന്നാണ്. അതിന്റെ വിശ്വാസങ്ങളിലേക്ക് പോകുന്നില്ല. ചെറിയ പ്രസംഗം നടത്തുള്ളത് ആദ്യം പറഞ്ഞിട്ട് വേണ്ട മാറാൻ പാടില്ല. അതുകൊണ്ട് ആ ബോധ്യം ഉണ്ടാകണമെങ്കിൽ ബോധ്യം എങ്ങനെ ബോധ്യം നിർവഹിക്കുക? എളുപ്പമൊന്നുമല്ല. ബോധ്യം നിർവഹിക്കാൻ പറഞ്ഞാൽ ഇതായാലും നമ്മൾ ഒരു നിർവചനം ഉണ്ടാവില്ല. ഞാൻ എളുപ്പത്തിൽ പറയാൻ ശ്രമിക്കാം. അതായത്, ഒരു വാക്ക് മലയാളത്തിൽ കല്യാണം എല്ലാവർക്കും അറിയാം. അത് കേൾക്കുമ്പോഴോ വാക്കാണ്, പക്ഷെ അതിന്റെ വിവിധ ഭാവങ്ങളും സന്ദർഭങ്ങളും എങ്ങനെയാണ്? ഒരു കല്യാണം നിങ്ങളുടെ സുഹൃത്തിന്റെ അല്ലെങ്കിൽ മറ്റൊരാളുടെ പോകാം, നിങ്ങൾക്ക് പോകാതിരിക്കും, ഉണ്ടിട്ട് പോകാം, വെറുതെ പോകാം, നിങ്ങൾ പങ്കെടുക്കാതിരിക്കും, ഇതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ കല്യാണം നിങ്ങളുടെ മകളുടെ ആകുമ്പോഴോ സ്ഥിതി മാറി. നിങ്ങളുടെ ബോധത്തിനകത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഒന്ന് ചാടുകയാണ്. അത് വന്നൊരു പിതാവിന്റെ ഉത്തരവാദിത്ത നിർവഹണത്തിൽ നിങ്ങൾക്കത് അകത്തേക്ക് എടുത്തിട്ട് ചെയ്തു തീർക്കാൻ ഒരു പ്രശ്നം വരും. നിങ്ങൾ ഉറങ്ങില്ല പല ദിവസങ്ങളിൽ. തലേ രാത്രിയിൽ പോയി വിട്ട 12 കുറ്റി പോയി ഇളക്കി നോക്കും, പിന്നെ കുഴപ്പമുണ്ടെന്ന് നോക്കിയിട്ട് ഉറങ്ങുള്ളൂ. ആ ബോധ്യം വരണം. ആ സ്വന്തം ബോധ്യം വരണമെങ്കിലോ ഇംഗ്ലീഷിൽ പറയുന്നത് ഇന്റേണലൈസേഷൻ ഓഫ് എ മാറ്റർ ഓർ എ സബ്ജക്ട്, ആന്തരീകരണം. എനിക്കത് ബോധ്യപ്പെടുന്നു, ആരുടെയും നിർബന്ധമല്ല, വോളണ്ടറി, സ്വമേധയാ. അത് നിങ്ങളെ ബോധ്യം ചെറിയ കാര്യമല്ല, അത് ഒരുപാട് കൊല്ലം കൊണ്ടുവരുന്നതാണ്. അനുഭവ ഗോചരത നൽകുന്ന ഇന്ദ്രിയങ്ങളുടെ കാലങ്ങളായുള്ള സംഭാവന നിങ്ങളുടെ ബോധത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ പുതിയ അനുഭവങ്ങൾ അത് പുതിയ തലങ്ങളിലേക്ക് കൊണ്ടുപോകും. ഉത്തരവാദിത്വം അവിടെയാണ്. അപ്പോ ലേബർ കോഡ് എന്ത് ചെയ്യാൻ പോകുന്നു?
മൂന്നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് ചുരുക്കാം. എൻ്റെ മട്ട് കണ്ടായിരുന്നു യോഗം പിരിയില്ല, ഊണൊക്കെ പോകുന്നുണ്ട്. പ്രശ്നമില്ല. ഒന്ന്, ഈ ലേബർ കോഡിന്റെ സമരത്തിലൊരു സാർവദേശീയ പശ്ചാത്തലം നമ്മൾ വേണ്ടത്ര പറയാറില്ല. സാർവദേശീയ പശ്ചാത്തലം. രണ്ട്, ഇതിന് ഒരു ഇന്ത്യയുടെ പ്രത്യേക ഭൂമികയുടെ പ്രശ്നങ്ങളുണ്ട്. മൂന്ന്, ലേബർ കോഡ് ഉള്ളടക്കത്തിലേക്ക് പോകുമ്പോഴും വരുന്ന ദ്രംസുകൾ പോലെയുള്ള ചൂഷണോപാധികളുടെ വിശദാംശങ്ങളുടെ നിയമപരവും ധാർമ്മികവുമായ പ്രശ്നങ്ങളുണ്ട്. അതാണ് മൂന്നാമത്തേത്. നാലാമത്തേത്, ഈ സംസ്ഥാനത്ത് ഇപ്പൊ നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ ആകത്തുകയും തമ്മിൽ വലിയ ബന്ധമാണ്. ഇന്നലെ മുഖ്യമന്ത്രിയൊക്കെയാണ് ഇന്ന് സമരത്തിലായിരുന്നു. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സമരം നടത്തുന്നത് അപൂർവമാണ്, നിർബന്ധിക്കുകയാണ്. ആ നിർബന്ധത്തിന് രാഷ്ട്രീയവും ലേബർ കോഡും തമ്മിൽ ബന്ധമുണ്ട്. അതിലുപരി അഞ്ചാമത്തെ ഒരു പ്രശ്നം, ഈ സമരത്തിന്റെ ഭാവി ഗതിയിൽ ഉണ്ടാകാൻ പോകുന്ന സാധ്യതകളെ നമ്മളൊന്ന് മനനം ചെയ്യുന്നത് നല്ലതാണ്. അത് നമുക്ക് ഓരോന്നോരോന്നെടുക്കാം. ഒന്ന് തന്നെ ഇന്റർനാഷണൽ സിറ്റുവേഷൻ. എല്ലാവരും ഒരു 3 മിനിറ്റ് ഒരു മതിയാവും. എന്താ ഇന്റർനാഷണൽ സിറ്റുവേഷൻ? ഏറ്റവും ഒടുവിൽ നമ്മളെ ഞെട്ടിപ്പിച്ചത് വെനിസ്വേലയിലെ പ്രസിഡന്റിനെ മറുപടി തട്ടിക്കൊണ്ടുപോയി. അത് നടന്ന കാര്യമാണ്, കഥയല്ല കേട്ടോ. ഇറ്റ് ഈസ് എ ലിവിംഗ് റിയാലിറ്റി ഇൻ അവർ ഫ്രണ്ട്. അതിലെന്താ തെറ്റ്? അതിലാറ്റെന്താ തെറ്റ്? മുതലാളിത്തം ഇതുവരെ പറഞ്ഞു പോന്ന ജനാധിപത്യ പരതയുടെ എല്ലാ ആടയാഭരണങ്ങളും അഴിച്ചു കളഞ്ഞു. രാജ്യങ്ങൾ രൂപീകരിക്കപ്പെട്ടിട്ട് കുറെ കാലമായി. ഈ രാജ്യങ്ങളുടെ എല്ലാം വരവിന്റെ ഒരു പ്രധാന കാലഘട്ടം 380 കൊല്ലമായിട്ടുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ആധിപത്യമാണ്. എന്നെ പറയുന്നത് എനിക്ക് വിഷമൊക്കെ ഇരിക്കുമ്പോൾ വിഷമായിരിക്കും അല്ലേ? ലോകത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് 380 കൊല്ലമായി തുടർന്ന പാശ്ചാത്യാധിപത്യം, വെസ്റ്റേൺ ഡോമിനേഷൻ, യൂറോപ്പ്, അതിപ്പോ ഒരു പുതിയ പതനത്തിലേക്ക് മാറുകയാണ്. യൂറോപ്പ് ഇപ്പോ പഴയതുപോലെ അല്ല, അത് ഭിന്നിപ്പിന്റെ പുതിയ ഘട്ടത്തിലാണ്. യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് യൂണിയൻ ഇല്ലാത്തത് കൊണ്ടാണ്. ഇറ്റ്സ് നോട്ട് എ യൂണിയൻ, ഇറ്റ്സ് എ ഡിസ്യൂണിയൻ. അവരിങ്ങനെ വിഷമിക്കുകയാണ്. വിഷമം കൂടിയത് റഷ്യയിൽ നിന്നുള്ള എണ്ണ കിട്ടാണ്ടായപ്പോഴാണ്. എണ്ണ മീൻസ് തലത്തേക്കുന്ന എണ്ണയല്ലേ പറയുന്നത്. പെട്രോളിയം, എനർജി പ്രൊഡക്ട്സ്, ഗ്യാസ് അടക്കം. ജർമ്മനിയുടെ ഏറ്റവും വലിയ കമ്പനികൾ പൂട്ടുകയാണ്, വോൾക്സ്വാഗൺ അടക്കം. ലാഭകരമായി ഉത്പാദനം നടത്താൻ കഴിയാത്ത പുതിയ സാഹചര്യം ഉണ്ടായതുകൊണ്ട് ജർമ്മൻ കമ്പനികൾ നിലനിൽക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. എന്താ കാരണം? ഉക്രൈനെ മുൻനിർത്തി, യൂറോപ്പിനെ കൂടെ നിർത്തി സോവിയറ്റ് റഷ്യ ആക്രമിക്കാനുള്ള നിലപാട് കഴിഞ്ഞ 3 കൊല്ലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രംപ് ഒരു കുഴപ്പക്കാരനാണെന്ന് വിചാരിക്കുക. അയാളൊരു ചട്ടുകം മാത്രമാണ്. ആധുനിക മുതലാളിത്തത്തിന്റെ ഈ കാലഘട്ടത്തിന്റെ പ്രതിനിധിയാണ് അയാൾ. ആധുനികം എന്നുള്ള വാക്ക് വെച്ചെന്നുള്ള അത് ആധുനികല്ല, ജീർണമാണ്. ജീർണം മാത്രമല്ല, അത് അതിന്റെ അവസാന ഘട്ടത്തിലേക്കാണ്. അതുകൊണ്ടാണ് CITU അതിന്റെ എല്ലാ രേഖകളിലും സിസ്റ്റമിക് ക്രൈസിസ് ആണെന്ന് പറയുന്നത്. സിസ്റ്റമിക് ക്രൈസിസ് നമുക്കറിയാം, എത്ര കാലഘട്ടം. സിസ്റ്റംസ്, ഒരു വ്യവസ്ഥാപിതമായ സംവിധാനത്തിന്റെ ഒരു പ്രതിസന്ധി ആ വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്നതിന്റെ വാക്കുകളുടെ വിന്യാസത്തിൽ കൃത്യമായി കിട്ടിയില്ലെങ്കിൽ ഒരു ബഹളം ഉണ്ടാകാനായിട്ട് തോന്നുന്നു. അതായത് മുതലാളിത്തത്തിന്റെ പ്രതിസന്ധി ഉണ്ടെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞു. അതൊരു സ്വപ്നം കാണലായിരുന്നില്ല. മുതലാളിത്തം അടിസ്ഥാനപരമായ വൈരുദ്ധ്യത്തിന്റെ സൃഷ്ടിയാണ്. എന്താ വൈരുദ്ധ്യം? മുതലാളിത്തത്തിന്റെ വികാസത്തിന്റെ ചാലകശക്തി മൂലധനവും അധ്വാനവും തമ്മിലുള്ള അന്യോന്യമാണ്. അധ്വാനത്തിന്റെ ജോലി സമ്പത്ത് ഉത്പാദിപ്പിക്കലാണ്. മൂലധനത്തിന്റെ പണി ഉത്പാദന സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ എടുക്കും, അങ്ങനെ തടിച്ചു കൊഴുക്കുന്നത്. ഈ അന്യോന്യത്തിൽ മൂലധനവും അധ്വാനവും എന്നുള്ള ഈ തർക്കത്തിനകത്ത് മൂലധനത്തിന്റെ ഇന്നത്തെ ആധിപത്യം എന്താ? അവന്റെ കീഴിലാണല്ല, നമ്മൾ വിധേയരാണ്. ആ വിധേയത്വത്തിന്റെ അവസ്ഥയാണ് മുതലാളിത്തത്തിന്റെ അവസ്ഥയെങ്കിൽ അതിനെ മാറ്റുക എന്നുള്ള പ്രശ്നം. പേരുള്ള എത്ര നടത്തിയാലും എത്ര എഗ്രിമെന്റുകൾ ഉണ്ടാക്കിയാലും അത് മാറില്ല. മൂലധനവും
അധ്വാനവന്തര സമരം നിരന്തരമാണ്. നൈരന്തര്യം എന്ന് വെച്ചാൽ നിലയ്ക്കാത്ത സമരമാണ്. അതിലൊരിക്കലും ഒത്തുതീർപ്പുണ്ടാവില്ല. ആ ഒത്തുതീർപ്പ് വ്യവസ്ഥാ മാറ്റത്തിലൂടെ, ആ വ്യവസ്ഥാ മാറ്റമാണ് സോഷ്യലിസത്തിലേക്ക് പോകുക എന്ന് പറയുന്നത്. അത് ഉടനെ നടക്കുന്നതല്ല, പക്ഷെ അതിലേക്ക് എത്തുന്നു, ലോകം അതിലേക്ക് എത്തുകയാണ്. ഇനി അധികം കാലം വേണ്ട. അധികം നമ്മൾ ഇതുവരെ കഴിഞ്ഞ പോലെ ഒരുപാട് വർഷങ്ങളുടെ ദശകങ്ങളുടെ കാലാവധി കാത്തു നിൽക്കാത്ത ലോകത്ത് സമത്വത്തിന്റെ സന്ദേശം വരികയാണ്. യുവജനങ്ങൾ ഏറ്റെടുക്കുകയാണ്. നിങ്ങളിപ്പോ സമരങ്ങൾ കാണുന്നില്ല. രാജ്യങ്ങളിൽ എന്താ സംഭവിക്കുക? നമ്മുടെ പരമ്പരാഗത ധാരണകൾക്ക് അപ്പുറത്തേക്കുള്ള മുന്നേറ്റങ്ങളിലൂടെ നിലവിലുള്ളതിനെ ചോദ്യം ചെയ്ത് പകരം സ്ഥാപിക്കാനുള്ള ജീവിതാസക്തി ലോകത്തെ ശക്തിപ്പെടുകയാണ്. പറഞ്ഞതിന്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ആഗോളതലത്തിൽ മൂലധനവും അധ്വാനവും തർക്കത്തിനകത്ത് പരിഹാരങ്ങൾ ഒത്തുതീർപ്പുകളായിട്ടില്ല. ഓരോ രാജ്യത്തിനകത്തും ഈ സംഘർഷങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവിടെ തൊഴിലാളികളും മഹാഭൂരിപക്ഷം ജനങ്ങളും അധികാരം ഏൽക്കുമ്പോൾ അത് മാറും. ഈ ഒരവസ്ഥയിൽ അപകടകരമായ അവസ്ഥയിലാണ് മുതലാളി. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ഇതുവരെ പറഞ്ഞെല്ലാം നിർത്തി. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് 60ഓളം ആഗോള സ്ഥാപനങ്ങളിൽ നിന്ന് അമേരിക്ക പിന്മാറി. അറിഞ്ഞ നിങ്ങൾ തിരക്കിലായിരുന്നു. 60ഓളം ആഗോള സംഘടനാ സംവിധാനങ്ങളിൽ നിന്ന് അമേരിക്ക പിന്മാറി. അത് മാനവരാശിയുടെ ഒരു വികാസമാണ്. പരസ്പര ധാരണയുടെ, പെരുമാറ്റ ചട്ടത്തിന്റെ, പരസ്പര ബഹുമാനത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് ആഗോള സംവിധാനങ്ങൾ ഐക്യരാഷ്ട്രത്തോട്ട് ഇങ്ങോട്ട്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഉൾപ്പെടെ WTO, ഇന്ത്യയിൽ IMF, ഇന്ത്യയിൽ മൊത്തമൊന്നുമല്ല. ഇതിലെല്ലാം അമേരിക്ക മാറുമ്പോഴോ ഏറ്റവും മാരകമായത് പാരീസ് ഉച്ചകോടിയിൽ നിന്ന് മാറിക്കളഞ്ഞിട്ടുള്ളത്. ചിലപ്പോ സാക്കൾ ആലോചിക്കണം, ഈ മനുഷ്യന്റെ എപ്പോ നിർത്തും എന്നുള്ളതായിരിക്കും. ഇപ്പൊ നിൽക്കും. എന്ത് പാരീസ് ഉച്ചകോടിയിൽ നിന്ന് അമേരിക്ക പിന്മാറുമ്പോൾ സംഭവിക്കുന്നത് ഈ ലോകത്തിന്റെ ഇന്നത്തെ ആവാസ വ്യവസ്ഥയ്ക്ക് സംഭവിക്കാൻ പോകുന്ന മാരകമായ പരിക്കാണ്. ഈ ബഹിർഗമിക്കുന്ന വാതകങ്ങളുടെ, ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് കൂടി, ഓസോൺ ലെയർ മാറി, ഉഷ്ണത്തിന്റെ നില കൂടി, ഇവിടെ ജീവികൾക്ക് നിൽക്കാനാകാത്ത പുതിയ കാലം വരാതിരിക്കാൻ കാണിക്കേണ്ട പെരുമാറ്റച്ചട്ടം ഈ ലോകം പരിശീലിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അങ്ങനെ മാറുമ്പോഴോ കൊച്ചിയിൽ ചിരിക്കരുത്. കൊച്ചിയൊക്കെ വെള്ളം കയറി പോകാനുള്ള സ്ഥലങ്ങളാണ്. ഭാഗ്യത്തിന് നമ്മുടെ കാലത്ത് നടക്കില്ല, കുറച്ചുകൂടി സമയം വേണം. അപ്പൊ ഇവിടെ ഇരിക്കുന്നവർക്ക് പരമാവധി 100 കൊല്ലം കൂടി കിട്ടും, അത്രയും കിട്ടും. പക്ഷെ ഇത് ഒരു ഉറപ്പായ ആപത്തിനെ മനുഷ്യശേഷി എന്ന് പറഞ്ഞാൽ അപാരമല്ല, അവരെ ചെയ്യും. ആഗോള സ്ഥാപനങ്ങൾ എന്റെ അപ്പുറം വന്നാൽ അവരെ കൈകാര്യം ചെയ്യും. ഈ ഭൂമിയിലെ പ്രകൃതി വിഭവങ്ങളുടെ ഏറ്റവും സവിശേഷതയുള്ള വിഭവം മനുഷ്യന്റെ മസ്തിഷ്കമാണ്. ഞാൻ ഇപ്പൊ ഇങ്ങനെ പോരുമ്പോൾ കിട്ടിയ പുതിയ വിവരങ്ങള് AI തൊഴിൽ മേഖലയിൽ പുതിയ വെട്ടിപ്പിടുത്തം നടത്തുകയാണ്. നമ്മൾ AI കേൾക്കുമ്പോ ജിഗ് വർക്കേഴ്സ് എന്ന് വെച്ചാൽ ആരാ? നമുക്കറിയാവുന്നത് നമുക്ക് വേണ്ട പരിഹാരങ്ങൾ അതുണ്ട്. അത് മാനുവൽ അൺസ്കിൽഡ് ലേബർ ഡിപ്ലോയ്മെന്റ് ത്രൂ ദി ഓൺലൈൻ പ്ലാറ്റ്ഫോം ടു ഗെറ്റ് തിങ്സ് ആസ് ദി ആസ്പിറേഷൻസ് ഓഫ് പീപ്പിൾ ഇൻ ജനറൽ. അതല്ല പക്ഷെ ഒരു ഡോക്ടർ, ഒരു പ്രൊഫസർ, ഒരു ഔന്നത്യമുള്ള ഭൗതിക മണ്ഡലങ്ങളിൽ ഇടപെടുന്ന ആൾക്ക് അതൊക്കെ ബ്ലൂ കോളറുകൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണ്. നമ്മുടെ വ്യവസ്ഥാപിത സംവിധാനങ്ങളുടെ കണക്കുകൂട്ടലെല്ലാം തെറ്റിച്ചുള്ള പുതിയ കാലത്ത് തൊഴിലാളികളുടെ, ജീവനക്കാരുടെ, ഉയർന്ന ഭൗതിക തൊഴിലാളികളുടെ ഘടനാപരമായ മാറ്റം വരികയാണ്. അതിന് പേടിക്കരുത്. മാർക്സ് പറഞ്ഞതുപോലെ അല്ലല്ലോ, അല്ല, മാർക്സ് പറഞ്ഞതുപോലെ തന്നെയാണ്. അധ്വാനത്തിന്റെ സ്വഭാവത്തിലെ മാറ്റം വരുന്നുള്ളൂ. അത് കായികം കുറയും, ഭൗതികം കൂടും. ഭൗതികം തന്നെ മനുഷ്യ അതീതമായ നിർമ്മിതിയുടെ ബുദ്ധി വരും. ഇങ്ങനെ പോട്ടെ, നമുക്ക് ചുരുക്കം. ഇങ്ങനെ പോയാൽ എന്റെ ബുദ്ധിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് ഞാൻ പറയാം. ഈ പുതിയ കാലത്ത് എന്തിനാണ് വെനസ്വേലിയൻ പ്രസിഡന്റ് കൊണ്ടുപോയത്? ലേബർ കൂടാതെന്ന് ഒരു ബന്ധം തന്നെ പെട്ടെന്ന് പറഞ്ഞേക്കാം. അയാളെ കൊണ്ടുപോയത് വെനസ്വേല ഒരു അനുഗ്രഹീത രാഷ്ട്രമാണ്, ഷാവോസിന്റെ രാഷ്ട്രം. അവിടെ എണ്ണയൊന്നും കുടിച്ചെടുക്കണമെന്നില്ല. കാലത്തെ പോയാൽ പുഴയിൽ ഒഴുകുന്ന
എണ്ണ വരുന്ന സമയത്ത് ബക്കറ്റിൽ കോരിയാണ്. ഞാനീ പറയുന്നത് അവിശ്വസനീയമാണെന്ന് തോന്നുന്നു, പക്ഷേ ഒരു അവിശ്വസനീയമായ ലാറ്റിൻ അമേരിക്കൻ യാഥാർത്ഥ്യമാണ് മർക്കാസ് പറയുന്നത്. അവിടെ ആ രാജ്യത്തിന്റെ എണ്ണ സമ്പത്ത് മറ്റേതിനേക്കാളും ഉപരിയാണ്. റഷ്യയേക്കാൾ, ഇറാനേക്കാൾ, അമേരിക്കയേക്കാൾ കമ്പയർ എനി കൺട്രി കിട്ടുമ്പോൾ ആ രാജ്യം ലാറ്റിൻ അമേരിക്ക, വെനസ്വേല, നിക്കറാഗ്വ, ക്യൂബ, ചിലി, പെറു, ഇന്നലെ ബ്രസീൽ, ഒരു പരിധിവരെ എല്ലാം അമേരിക്കയുടെ ചായ്പായി കണക്കാക്കിയിരുന്നു. വെസ്റ്റേൺ ഹെമിസ്ഫിയറിന്റെ ഒരു വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്ന് വെച്ചാൽ പശ്ചിമ അർദ്ധഗോളം. ഹെമിസ്ഫിയറിന്റെ അർദ്ധഗോളം എന്നുള്ള വേറെ കുഴപ്പമൊന്നുമില്ല, പേടിച്ചു പോകുന്നുണ്ട്. പശ്ചിമാർദ്ധഗോളത്തിന്റെ മുഴുവൻ കടലും അമേരിക്കയുടെ ചായ്പായി കണക്കാക്കിയിരുന്നു. കഴിഞ്ഞ 100 കൊല്ലമായിട്ട് അങ്ങനെയാണ്. രണ്ടാം ലോക യുദ്ധത്തിന് മുമ്പുള്ള 40-40 കൊല്ലക്കാലം, രണ്ടാം ലോക യുദ്ധത്തിന് 40-ന് ശേഷമുള്ള ഇപ്പോൾ ഉള്ള ഈ 10-70 കൊല്ലക്കാലം ആ വെനിസ്വേല, അതിൻ്റെ എണ്ണ, ആ പ്രദേശങ്ങളിലെ രാജ്യങ്ങളുടെ വിഭവങ്ങൾ അമേരിക്ക സ്വന്തം സാധനം പോലെ കണക്കാക്കിയിരുന്നു. അതാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ അശാന്തിയുടെ അടിസ്ഥാനം. സ്വന്തം വിഭവങ്ങളുടെ മുകളിൽ കടന്നുറങ്ങുകയും പട്ടിണിയായി ജീവിക്കുകയും അഭിമാനമില്ലാതെ കഴിയുകയും ചെയ്ത ലാറ്റിൻ അമേരിക്കൻ ജനതയെ ഉണർത്തിയത് 70-കളാണ്. അന്നേ തുടങ്ങി അമേരിക്ക. നിങ്ങൾ നോക്കിയാൽ അറിയാം. ചിലി 971 ചിലിയിലെ അലൻഡെ ഗവൺമെന്റിനെ അട്ടിമറിച്ചു. അത് 73-ന് ഒരു പ്രസിഡന്റിനെ തട്ടിയെടുത്ത് വെടിവെച്ച് കൊണ്ടുവന്നു. ആ കൂട്ടത്തിൽ പാബ്ലോയിലൂടെ ഒരുപാട് ബന്ധങ്ങളുണ്ടായി. അവിടെ ഒരുപാട് നിക്കറാഗ്വ, ക്യൂബ ഇപ്പോഴും പീഡാനുഭവങ്ങളുടെ തീരാക്കുരുക്കിന്റെ കുരിശില. അതിന് മാറ്റം വരികയാണ്. ആ മാറ്റമാണ് ഇന്നത്തെ ലോക രാഷ്ട്രീയത്തിന്റെ തിരിക്കുറ്റി. ആ തിരിക്കുറ്റി എന്ന് പറഞ്ഞാൽ നാശത്തിലേക്ക് മതിക്കുന്ന മുതലാളിത്തം, സാധാരണ സംവിധാനങ്ങൾ ഉപേക്ഷിച്ച് വളരെ വളരെ പൈശാചികമായ ജനാധിപത്യ വിരുദ്ധമായ ആടയാഭരണങ്ങളില്ലാത്ത പൂതനയുടെ വേഷം ആദ്യം വരുമ്പോൾ എത്ര മനോഹരമാണ്, അവസാനം വിശ്വരൂപം എടുക്കുമ്പോൾ എങ്ങനെ നിൽക്കുന്നു. പുരാണം പഠിച്ചിട്ടില്ല, കുഴപ്പമില്ല, പിന്നെ പോയി നോക്കിയാൽ മതി. അവരതിന്റെ വിശ്വരൂപത്തിന്റെ പൈശാചികത പുറത്തെടുക്കുമ്പോൾ എങ്ങനെ വരും? ദന്തകളാണ്, കിരാതഭാവങ്ങളാണ്, കഥകളിലെ കത്തിവേഷങ്ങളാണ്, ആക്രോശങ്ങളാണ്, വന മര്യാദകളാണ്. മുതലാളിത്തം അതിലേക്ക് എത്തി. രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ എല്ലാ മര്യാദകളും ലംഘിച്ചു. ഇപ്പൊ അവിടെ കൊണ്ട് നിർത്തുന്നില്ല. അവര് കാനഡയെ 51ാമത്തെ സംസ്ഥാനമാക്കാൻ തീരുമാനിച്ചു. അതിന് ഇന്നലെ തന്നെ മറുപടി കൊടുത്തു. അവിടുത്തെ കാർമി എന്ന് പറയുന്ന അവിടെ പ്രസിഡന്റ്, കാർമിയാണ് ഇപ്പോൾ പ്രസിഡന്റ്. അയാളാണെങ്കിൽ ഇംഗ്ലണ്ടിലും കാനഡയിലും സെൻട്രൽ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നയാണ്. ഈയിടെയായിട്ട് ലോക നേതാക്കന്മാർക്ക് പലർക്കും നട്ടല് വന്നു തുടങ്ങി സാമ്രാജ്യത്തോട് സംസാരിക്കാൻ. കാർമി പറഞ്ഞു, ചൈനയുമായി ഞങ്ങളുടെ കരാറുണ്ടാക്കുക. ട്രംപ് പറഞ്ഞത് കാനഡയുടെ എണ്ണ ഞങ്ങൾ എടുക്കുന്ന പ്രശ്നമില്ല എന്നാണ്. നമ്മുടെ ഷീ ജിൻപിങ് ഇടപെട്ടിട്ട് പറഞ്ഞു, കാനഡയുടെ മുഴുവൻ എണ്ണയും ഞങ്ങൾ എടുത്തോളാം. പ്രശ്നം തീർന്നു. ട്രേഡിന്റെ താരിഫ് കൊണ്ട് രാജ്യങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന പുതിയ കാലത്താണ്. ആ താരിഫ് ആഗോള നയത്തിനെതിരാണ്. താരിഫേ പാടില്ലെന്നുള്ള പ്രമാണമായിരുന്നു ആഗോളവൽക്കരണത്തിൽ. നമ്മൾ നിയോലിബറൽ എന്നൊക്കെ പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞാൽ ഉദാരമാണ്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്ത് ഒരു തരത്തിൽ നിയന്ത്രണം കൊണ്ടുവരാൻ പാടില്ല. ആളുകളുടെ വരവിന്, മൂലധനത്തിന്റെ ഒഴുക്കിന്, സാധ്യതയുടെ പോക്കിന്, അസംസ്ഥാനങ്ങളുടെ കടപ്പൊന്നും പാടില്ല എന്നായിരുന്നു. എന്നുവെച്ചാൽ പരിധികൾ ഉണ്ടാകുന്നത് തെറ്റാണെന്നുള്ള പ്രമാണമാണ് 1991 മൻമോഹൻ സിംഗ് നവനിർമ്മാണ നയങ്ങൾ ആരംഭിക്കുന്നതിലൂടെ കാപ്പറാക്ടതിന്റെ നികുതി കൂട്ടിക്കൊടുത്തത്. അന്നത്തെ സമരം തമ്മിൽ ബന്ധപ്പെടുത്തണം. അങ്ങനെ വന്നപ്പോ ചൈനയുടെ ഈ നിലപാട് കാനഡയ്ക്കൊരു ശ്വാസം വിടാറായി. തന്നെയല്ല, അവിടെ നിന്ന് എണ്ണ എടുക്കണമെങ്കിൽ വിമാനങ്ങളല്ല, കപ്പലുകൾ പോകണം.
ആ കപ്പലുകൾ പോകുമ്പോൾ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിലെ അമേരിക്കൻ ആധിപത്യം അവസാനിക്കുകയാണ്. അത് അവസാനിപ്പിക്കുന്നത് ഇപ്പോൾ ചൈന മാത്രമല്ല, ബ്രിക്സ് രാജ്യങ്ങൾ ആകെയാണ്. ബ്രിക്സ് പുതിയ കാലത്തിന്റെ ലോകത്തിന്റെ ശക്തിബന്ധങ്ങളെ പുതിയ ധ്രുവീകരണത്തിലേക്ക് നയിക്കുന്ന ബ്രിക്സ് എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് എത്രയോ വലിപ്പമുള്ളതാണ്. ബ്രിക്സ് നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ നോക്കണം. നമ്മൾ ഈ ജീവിതത്തിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ വായിക്കാനും പഠിക്കാനും അർഹതയുള്ളവരും കഴിയുന്നവരും ബുദ്ധിയുള്ളവരും, അതെല്ലാം നമുക്കുള്ളതല്ലെന്ന് പറഞ്ഞ് വിടരുത്. നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ പ്രശ്നത്തിന്റെയും പുറകിലുള്ള സാർവദേശീയ ബന്ധങ്ങളുടെ പൂർവാപരങ്ങൾ ഇന്നലെകളും നാളെയും നമ്മൾ ആലോചിച്ചു പോകണം. എന്ന് വരുമ്പോൾ ഈ പ്രതിസന്ധിയിലായ മുതലാളിത്തം എല്ലാ പ്രകൃതി വിഭവങ്ങളും എടുക്കുന്ന കൂട്ടത്തിൽ രാജ്യങ്ങൾ ഇപ്പൊ ഗ്രീൻലാൻഡ് എത്ര ഇന്നലെ ഒരു ആളെന്നോട് സംസാരിക്കുകയാണ്, ഗ്രീൻലാൻഡിൽ പോയിട്ട് വന്നതാണ്. അങ്ങനത്തെ പ്രദേശങ്ങളുണ്ട്. ഫിൻലാൻഡിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച ഈ കഴിഞ്ഞ ഒളിമ്പിക്സിൽ നീന്തൽ 1ാം സ്ഥാനം കിട്ടിയ ചെറുപ്പക്കാരൻ 41 എൻ്റെ അടുത്ത് വന്നു. കുറെ ആളുകളുടെ പിൻബലത്തിലാണ് വന്നത്, എന്നെ വലിയുള്ള ആളല്ല. പക്ഷെ സന്തോഷമായിട്ട് ഞങ്ങൾ അയാൾക്ക് വേണ്ടത് കൊച്ചി തവണ ഒളിമ്പിക്സിന് 1ാം സ്ഥാനം കിട്ടിയവരാണ് കിട്ടും. അതിന് വേറെ ചില കാരണങ്ങളുണ്ട്, അത് നമ്മൾ എല്ലാം ഇവിടെ പറയണ്ട. പക്ഷേ അയാൾ പറയുന്നത് ഈ കേരളത്തിൽ നീന്തൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിലവാരമുള്ള അന്താരാഷ്ട്ര നീന്തൽ കുളമില്ല. ഞാൻ ചെയ്യാൻ അയാൾ വരുന്ന ഫിൻലാൻഡ് എന്ന ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ സന്തുഷ്ടമായി ജീവിക്കുന്ന സ്ഥലമാണ് ഫിൻലാൻഡ്, ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, ന്യൂസിലാൻഡ്. അവിടെയൊക്കെ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഉയർന്ന വേറൊരു ഗുണമുണ്ട്. അത്രയും സന്തോഷം അനുഭവിക്കാനുള്ള ഒരു കാരണം അവിടെ മതവുമില്ല, പള്ളിയുമില്ല, വിശ്വാസവുമില്ല. അവർക്ക് പരസ്പരം വലിയ വിശ്വാസമാണ്. അതുകൊണ്ട് ഇപ്പോൾ വിവാഹം കഴിക്കുന്നതിനുള്ള മടിയാണ്. അഥവാ കഴിച്ചാൽ കുട്ടികളുണ്ടാക്കാൻ പറഞ്ഞ് ആലോചിച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് തട്ടികുട്ടി ഉള്ള കുട്ടി ഉണ്ടാകുന്നു. അതൊക്കെ പുതിയ പ്രശ്നങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ ഗ്രീൻലാൻഡ്. യഥാർത്ഥ പ്രശ്നം മൂലധനം പുതിയ മേച്ചിൽപ്പെടുന്ന തപ്പുകയാണ്. ആ തപ്പു നിരത്ത് തടസ്സം നിൽക്കുന്ന എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും മാറ്റി രാജ്യങ്ങളെ തന്നെ എടുക്കുകയാണ്. പണ്ട് ഹനുമാനോട് എന്തോ എടുക്കാൻ പറഞ്ഞപ്പോൾ അമൃത എടുക്കാൻ പോയിട്ട് മലയും കൊണ്ട് പോകുന്നില്ല. അതാണ് ഈ രൂപത്തിൽ പോകുമ്പോൾ ഏറ്റവും പ്രധാന പ്രകൃതി വിഭവങ്ങളുടെ കയ്യിലെടുക്കലാണ്. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ബിൽഡിങ്ങിന്റെ ഏറ്റവും ഒന്നാമത്തെ ആളുകളാണ്. ബിൽഡിംഗ് ലീഡറായിരുന്നു അയാൾ. വിയറ്റ്നാമിൽ പോയി ഒരു ജില്ല മൊത്തം എടുത്തിട്ട് അവിടെ മകനെ ഏൽപ്പിച്ചു. ഖാസായിലെ ഒരു പ്രദേശമാകെ എടുത്തിട്ട് മരുമകനെ ഏൽപ്പിച്ചു. ഭാഗ്യത്തിന് ഒരു കോണ്ടാക്ട് കിട്ടി എനിക്ക് അയാളോട് സംസാരിച്ചു. വളരെ വലിയ ആർത്തിയാണ് കാണിക്കുന്നത്. രാജ്യങ്ങളെ ഒപ്പം പ്രകൃതി വിഭവങ്ങൾ, ആ പ്രകൃതി വിഭവങ്ങൾ ഏറ്റവും സമ്പന്നമായ ലോകരാജ്യത്തിൽ ഏതാണ്? ലേബർ കോഡിന്റെ ഇന്ത്യൻ പശ്ചാത്തലമല്ല. ഇന്ത്യൻ ജനസംഖ്യ 142 പിടിക്കുക. അതിൽ അധ്വാനശേഷി ഉള്ളവരുടെ എണ്ണം 54% പഴയത്. അപ്പോൾ അതൊരു 70-71 വരും. പഴയത് മാറ്റണം. ഇപ്പൊ 60-ലൊന്നും ആരും മരിക്കുന്നില്ല. കഷ്ടിപൂർത്തിയായെന്ന് ആരും പറയാറുമില്ല. പിന്നെയും കൂടും. അപ്പോ കുറെ കൂടി അപ്പോൾ 70-54% 60% ആക്കിയാൽ 70-72 കോടി ഇന്ത്യക്കാർ അധ്വാനിക്കാൻ കഴിയുന്നുണ്ട്. അധ്വാനിക്കാൻ പറയുമ്പോൾ രണ്ടാണ്: വ്യക്തിപരമായ അധ്വാനത്തിന്റെ സംവിധാനങ്ങളുള്ള ഇടപെടൽ രംഗത്ത് വാല്യൂ കൂടുന്ന മൂല്യവ, അതാണ് വ്യവസായ ശാല. അതിന്റെ സാങ്കേതികവിദ്യ പോകുന്തോറും അതിന്റെ ഒരു ഉത്പാദന കഴിവിന്റെ ഒപ്പം അതിന്റെ ഗുണമേന്മ, വേഗത, അളവൊക്കെ മാറിക്കൊണ്ടിരിക്കും. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കാര്യം. രോഗം അത് വന്ന് ഏറ്റവും സൂക്ഷ്മാംശങ്ങളിൽ ഉണ്ടാക്കുന്നതിനെ പ്രശ്നം. വലിപ്പമുള്ളത് ഉണ്ടാക്കുന്നതിന്റെ കാലം മാറുകയാണ്. ഈ ഇപ്പോൾ ഉണ്ടാക്കുന്ന മൈക്രോ പ്രൊഡക്ട്സ്. മൈക്രോ എന്ന് വെച്ചാൽ അതിസൂക്ഷ്മമാണ്. സൂക്ഷ്മമായിട്ട് കാര്യമല്ല, അതിന്റെ അരികും മൂലം നന്നായി. അപ്പൊ പ്രൊസഷൻ, ഹൈ പ്രൊസഷനാണ്. അപ്പോ മൈക്രോ ഹൈ പ്രൊസഷൻ എന്തിനു വേണ്ടിയാണ്? ആക്യുറസിയാണ്, കൃത്യതയുടെ, സൂക്ഷ്മതയുടെ ഒരു രീതി. അങ്ങനെ വരുന്നിടത്താണ് ചിപ്പിന്റെ പ്രാധാന്യം. എല്ലാവരും ചിപ്പ് നമ്മൾ മുമ്പ് പറഞ്ഞുകൊണ്ടത് ചെപ്പാണ്, അതല്ലേ ചിപ്പെന്ന് പറയുന്നത്. ആധുനികോത്തരമായ സേവന ലഭ്യതയുടെ അതിസൂക്ഷ്മ ഉപകരണങ്ങൾ സൃഷ്ടിക്കുന്ന ലോഹങ്ങൾക്കകത്ത് ഉപയോഗിക്കുന്ന അപൂർവ ലോഹങ്ങളുണ്ട്. അത്യപൂർവ ലോഹങ്ങൾ, റേറിറ്റി ഇൻ റേർ
റയറിറ്റി ഇൻ റയറൻസ്. അത്യപൂർവതയുടെ അത്രമാത്രം അപൂർവതയുള്ള ലോഹങ്ങൾ ഒരു 17 എണ്ണമുണ്ട്. ഒട്ടാകെയുള്ള 92 എണ്ണത്തിൽ 17 എണ്ണം ആ കാറ്റഗറിയിൽ പെടുന്നതാണ്. അതിലിപ്പോൾ ഏറ്റവും അഡ്വാൻസ് നിൽക്കുന്ന ലിഥിയമാണ്. അതിൻ്റെ ലഭ്യത പ്രശ്നമാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് ചൈനയുടെ കയ്യിലാണ്. ചൈന പതുക്കെ ഉയരുന്നത് ആപേക്ഷികമായി അമേരിക്കയെ താഴ്ത്തുന്നു. ഒരു വടി കൊണ്ടുവന്ന് വെച്ചിട്ട് അതിനേക്കാളും വലിയ വടി വെച്ചാൽ അതിന് അത്രയും നേരം വലുതായിരുന്ന വടി ചെറുതായി പോകും. കേട്ടില്ല, നമ്മൾ കണ്ടൊരു വലിയ വടി അവിടെ ഉള്ളപ്പോൾ അതിനേക്കാളും വലിയ വടി കൊണ്ടെന്നാലോ ആദ്യത്തെ വടി ചെറുതായി. അമേരിക്കൻ ആധിപത്യത്തിന്റെ സുവർണകാലം അവസാനിക്കുകയാണ്. ഒരു കൽപ്പിന്റെ കഥയല്ല. സൈന്യത്തിൽ, സാങ്കേതിക വിദ്യയിൽ, വിഭവശേഷിയിൽ എല്ലാവരും സൈനികം യുദ്ധത്തിന്റെ സ്വഭാവം മാറി. മുമ്പ് നേരത്തെ അംഗം കുറിച്ച് അംഗത്തട്ടിൽ ചെന്ന് ഗുരുവിനെ വന്നിച്ചു തുടങ്ങണം. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഉദ്ദേശിക്കുന്ന ആളുടെ തിരുനെഞ്ചത്തേക്ക് ഒരു സൂക്ഷ്മമായ ലാസർ ബീം വരും. കഥ കഴിയും. അല്ലാതെ വേറെ ഒന്നും വേണ്ട. പേടിക്കൊന്നും വേണ്ട. നമുക്ക് ഇതിലൊന്നും വരുന്നില്ല. അടച്ചു കൊല്ലുന്നതിന് പകരം വേണ്ടവരുടെ ടാർഗറ്റിംഗ് അതിസൂക്ഷ്മമായി നിർവഹിക്കുന്ന ഒരു രീതിയിലേക്ക് യുദ്ധം. അപ്പൊ അവിടെ പ്രശ്നം എന്തായി? സയൻസ് വളരുന്നതോറും വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കണം. ഇവിടുത്തെ എല്ലാ ഭരണാധികാരികളും ലോകത്ത് അവരുടെ അമിത പ്രവർത്തനങ്ങൾക്കും അമിതാധികാരത്തിനും ആശ്രയിക്കാൻ ജനങ്ങളെ പിടിക്കുന്നതിന്റെ വഴി വിശ്വാസമാണ്. വിശ്വാസത്തിന്റെ വൈവിധ്യങ്ങളാണ്. അതിൽ മതമുണ്ട്, ജാതിയുണ്ട്, നിറമുണ്ട്, പ്രദേശമുണ്ട്, വോട്ടർ. അതെല്ലാം നമ്മളെ തകർക്കുന്ന പരിപാടി അവർ ചെയ്തുകൊണ്ടിരിക്കുക. ഭാഗ്യക്കേട് നമ്മൾ പെട്ടുപോകും. ആ ഒരു പ്രത്യേക സാഹചര്യത്തിന്റെ മുതലെടുപ്പാണ് RSS നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ RSSന് ഭാവിയില്ല. അവരെന്തെല്ലാം അഹങ്കരിച്ചാലും വരുന്ന ശാസ്ത്രത്തിന്റെയും ജനങ്ങളുടെ ജീവിത അഭിവാഞ്ഛയുടെയും പുതിയ ലോകത്ത് RSSന്റെ പ്രമാണങ്ങൾ നിൽക്കില്ലെന്ന് അവർക്കറിയില്ലെങ്കിൽ മനസ്സിലാക്കിക്കോളും. സമയം മാത്രം കുറിച്ചാൽ മതി. അവിടെയെല്ലാം പുതിയ ചെറുപ്പക്കാരുടെ, യുവജനങ്ങളുടെ ഏറ്റവും ശരിയായ ശാസ്ത്രീയ സമഗ്ര സാമൂഹ്യ ബോധത്തിന്റെ ചൂട് എല്ലാത്തിനെയും ഉരുക്കിക്കളയും. അതുകൊണ്ട് ഈ ലോക സാഹചര്യത്തിൽ ഇവിടെ ഇന്ത്യയിലെ ജനസംഖ്യയെ പറഞ്ഞു, അതിനെ തൊഴിൽ ശക്തിയെ പറഞ്ഞു. തൊഴിൽ ശക്തി 2 തരത്തിലാണ്. ഒന്ന് പ്രകൃതിയോട് നേരിട്ട് മല്ലിടുന്ന കൃഷിക്കാരന്റെ സമ്പത്തുത്പാദനം. മറ്റൊന്ന് വിവിധങ്ങളായ അസംഖ്യമായ ശിഥിലമായ മേഖലകളിലെ പല ശ്രേണിയിലുള്ള തൊഴിലാളികളുടെ ഉത്പാദനം. അത് രണ്ടും ചേർന്നാൽ ഇന്ത്യയുടെ ഉത്പാദന വ്യവസ്ഥയായി. ആ വ്യവസ്ഥയ്ക്ക് പ്രശ്നമുണ്ട്. അത് ഏറ്റവും വലിയ എണ്ണമാണ് ലോകത്ത്. ഇത്രയും ഉത്പാദന ശേഷിയുടെ പ്രായപരിധിക്കകത്തുള്ള എണ്ണം ലോകത്ത് വേറെ ഇല്ല. അപ്പൊ ഒരു കണ്ണ് വരുവതില്ല. 2, ആ എണ്ണത്തെക്കാൾ പ്രധാനം അതിനൊരു വണ്ണമാണ്. അവരുടെ പ്രായം ചെറുപ്പമാണ്. അവരുടെ 60% പ്രായം 25 വയസ്സിൽ താഴെയാണ്. ഭാഗ്യക്കേടിന് ഇവിടെ 25 താഴെ കുറച്ചു വരെ ഉള്ളൂ എന്ന് എനിക്കറിയാം. എങ്കിലും അതിന്റെ ചുറ്റുവട്ടത്തൊക്കെയാണല്ലോ ചെറുപ്പം. ഈ യൗവനമെന്ന് പറയുന്നത് ചടുലമായൊരു കാലമാണ്. പ്രകൃതി സമ്മാനിക്കുന്ന അത്യപൂർവമായ സവിശേഷതകളുടെ ആകീരണ കഴിവും പ്രവർത്തന കഴിവും ഭാവനയും എല്ലാമുള്ള ആ കാലം ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക്. ആ ഇന്ത്യയുടെ ആ കഴിവ് സമ്പത്തുൽപാദനത്തെ കൊടുത്താൽ ഉണ്ടാകുന്ന അത്ഭുതങ്ങൾ കളവുണ്ടാവില്ല. അപ്പൊ അതിനെന്ത് വില വേണം? ആ വില നിശ്ചയിക്കുന്ന ആരാണ്? മുതലാളിത്തത്തിനകത്ത് അവർ നിശ്ചയിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. നിയമങ്ങളില്ലാത്ത കാലം, തൊഴിൽ മണിക്കൂറുകളില്ലാത്ത കാലം, ഒരു ചട്ടങ്ങളും ബാധകമല്ലാത്ത കാലം. പക്ഷെ അത് അവർക്ക് തന്നെ അരോചകമായി ഒരു വ്യവസ്ഥ വേണം. ആ വ്യവസ്ഥകളുടെ വരവിന്റെ ആദ്യത്തെ ഘട്ടമാണ് 926 ട്രേഡ് യൂണിയൻ. പിന്നെ അതിന്റെ പരമ്പരയുടെ വികാസത്തെ നമ്മൾ ഒരുപാടെണ്ണം ഉണ്ട്. ദേശീയ തലത്തിൽ, സംസ്ഥാന തലത്തിൽ. സംസ്ഥാനങ്ങൾ ഒരു ഫെഡറൽ ഭരണ സങ്കല്പത്തിന്റെ മനോഹരമായ നടത്തിപ്പിന്റെ ഭാവി കാലത്തേക്കുള്ള കെട്ടുറപ്പിന്റെ ദേശീയ ഉദ്ഗ്രഥത്തിന്റെ ഭൂപരമായ അവിച്ഛിന്നതയുടെ കൊടിയടയാളമായിരുന്നു. അപ്പോ അങ്ങനെയുള്ള ഇന്ത്യൻ അധ്വാന ശക്തിയെ അതിന്റെ വില എങ്ങനെയാണ്? ആ വിലയ്ക്ക് അർഹമായ ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ വില പറയാനുള്ള ശേഷി തൊഴിലാളിക്കുണ്ടാവും. അതില്ലാത്ത കാലമായിരുന്നു. അവകാശങ്ങൾ ചോദിച്ചാൽ അടികിട്ടിയിരുന്ന കാലം വിട്ട്
നിയമങ്ങളിലേക്ക് നമ്മൾ വന്നപ്പോൾ ഒരു മണിക്കൂർ നിശ്ചയമായി, ആണിനും പെണ്ണും പ്രത്യേക വ്യവസ്ഥയായി. അതിനകത്ത് ഏറ്റവും മിനിമം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അതിന്റെ താഴെ പോകാൻ സ്ഥലമില്ലാത്തത്ര ചുരുങ്ങി ഈ ആ മകത്തേക്ക് പോകണം മിനിമം. നിങ്ങൾക്ക് മിനിമത്തിന് അർഹതയുള്ളോ? ഓരോരുത്തരും ഒറ്റയ്ക്കെടുത്താൽ ഓരോരുത്തരും ഒരു അമ്മ പെറ്റ മോനാണ് അല്ലെങ്കിൽ മോളാണ്. ആരെയും അവകാശങ്ങൾക്ക് വ്യത്യാസമില്ലാത്ത കാലവും ലോകവും വേണം. ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന 3 സമത്വങ്ങളെ പറ്റി പറഞ്ഞു. 1 സാമ്പത്തിക സമത്വം, 2 സാമൂഹ്യ സമത്വം, 3 രാഷ്ട്രീയ സമത്വം. അതിൽ ഒരെണ്ണം ഇവിടെ നടപ്പായിട്ടുള്ളൂ കുറച്ചെങ്കിലും. അത് ഒരാൾക്ക് ഓരോ ഓട്ടമുള്ളത്. നമുക്കാകെ സന്തോഷമുള്ളത് എനിക്കൊരു ഓട്ടമുള്ളത് പോലെ അമ്പാനിക്കുള്ളത് സമാധാനമുള്ളത്. പക്ഷെ ഞാൻ വോട്ട് ചെയ്തു, അയാൾ വോട്ട് ചെയ്തു, വോട്ട് ചെയ്ത് അയാൾ ഗവൺമെന്റും കൊണ്ട് അയാളും പോയി, ഞാൻ വീട്ടിലേക്ക് പോയി. അതൊഴിച്ചോ സാമ്പത്തിക സമത്വത്തിന്റെ അടുത്ത് നമ്മൾ എത്തിയില്ല. ആ സാമ്പത്തിക സമത്വത്തിലേക്കുള്ള യാത്രയിലെ പ്രധാനപ്പെട്ട സംഭാവന വേതനത്തിന്റെ വിതരണത്തിലെ മര്യാദയാണ്. വേതനത്തിന്റെ വിതരണത്തിലെ മര്യാദ ഒരിക്കലും മുഴുവൻ കിട്ടില്ല, നമ്മൾ ചോദിച്ചിട്ടുമില്ല. അവസാനം ഒരു കെഞ്ചി മേടിക്കുന്ന സാധനമാണ് ബോണസ്, ലാഭത്തിന്റെ അല്പം, അത് പോവുകയാണ്. കൂലിയോ മിനിമം എന്നുണ്ടാകുന്നു. മിനിമം ജീവിതത്തിന് വേണ്ട വരുന്ന ചെലവാണ് മിനിമം വരുന്ന കണക്ക്. ഇന്ത്യൻ സുപ്രീം കോടതി പറയുന്നുണ്ട്, ഇന്ത്യയിലെ ലേബർ കോൺഫറൻസ് പറഞ്ഞിട്ടുണ്ട്. എന്താ വേണ്ടത്? ചിലത് നിങ്ങൾക്ക് എല്ലാ ദിവസവും വാങ്ങിക്കണം, ചിലത് നിങ്ങൾക്ക് ഒരാഴ്ചയിലേക്ക് ഒരെണ്ണം വാങ്ങിച്ചാൽ മതി. അതിന്റെ ആകെ കണക്കെടുക്കും. ഒരാളുടെ ഒരു ദിവസത്തെ ജീവിത ചെലവിൽ അയാളുടെ അരിയും തുണിയും ഭക്ഷണവും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ വരും. അത് അസാമ്പത്തേക്കുള്ളത്. ചിലതോ കട്ടിൽ, എല്ലാ ദിവസവും കട്ടിൽ മേടിക്കേണ്ട കാര്യമുണ്ടോ? ഒരെണ്ണം മേടിച്ചാൽ അതിന്റെ പോർഷൻ. ഒരാട്ടുകല്ല് എല്ലാ ദിവസവും വൈകുന്നേരം പോയി ചന്ത നാട്ടുകല്ലാരെങ്കിലും മേടിച്ചാലോ അത് വട്ട. സോ സം ആർ സ്റ്റാറ്റിക്, സം ആർ പെർമനന്റ്, സം ആർ പെരിനിയൽ, ബട്ട് റെക്കർഡ്, തുടരുന്നതും ആവർത്തനമുള്ളതും. ഇതിന്റെ എല്ലാം ഒരു കണക്കെടുത്തിട്ടാണ് ഒരു പാസ്. ആദ്യകാലത്ത് തുണിയും അരിയും മതിയായി. പിന്നെയാണ് മനുഷ്യൻ ചെരുപ്പിടുന്നതിലേക്ക് വന്നത്. അപ്പൊ അത് പെടണം. ഇപ്പോഴാകുമ്പോ മൊബൈലിൽ പെടണം, ഇപ്പൊ വൈഫൈ പെടണം. ആധുനിക ജീവിതത്തിന്റെ എല്ലാ സൗകര്യത്തിനും നിങ്ങൾക്ക് യോഗ്യമാണ്. നിങ്ങൾക്ക് നിഷേധിക്കാൻ ആൾക്ക് അവകാശമില്ല. അതുകൊണ്ടാണ് ജനങ്ങളെല്ലാം സാർവത്രികമാക്കുന്നത്. വിദ്യാഭ്യാസം, ആഹാരം, സാർവത്രികത. ആ മിനിമം വേജ് ഇപ്പൊ ഇല്ലാണ്ടാക്കി സെറ്റ് ചെയ്തത്. നമ്മൾ 56 കണക്കാക്കിയത് മിനിമം വേജ് ഒരു ലിവിംഗ് വേജായി, ഒരു ഫെയർ വേജായി പതുക്കെ ഉയരണം. എന്ന് വെച്ചാൽ ഒരു ജോലി നിങ്ങളെ ജീവിക്കാൻ പ്രാപ്തമാക്കണം. ഡീസന്റ് ജോബ് വിത്ത് ഡീസന്റ് വേജ്. കേട്ടോ? അതിപ്പോ തല്ലി തകർത്തിട്ട് ഒരു തത്വമില്ലാതെ മുതലാളിമാർക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഇഷ്ടം പോലെ ചെയ്യുന്നതിനെ ചോദ്യം ചെയ്യുന്ന ഗവൺമെന്റ് കാവൽക്കാരൻ എന്ത് ചെയ്യുന്നു? ചോദ്യം ചെയ്യുന്ന ഇൻസ്പെക്ടേഴ്സിനെ ഒഴിവാക്കി. കൊടുത്തോ ഇല്ലെന്ന് അന്വേഷിക്കുന്ന സംവിധാനം വേണം. ഈ വേജ് കൊണ്ട് നിശ്ചയിക്കുന്നതിന് തൊഴിലാളികളെ സഹായിക്കുന്ന ഒറ്റക്കെട്ടേക്കല്ല. ഒറ്റക്കെട്ടേക്ക് തൊഴിലാളി പറഞ്ഞാൽ സങ്കടപ്പെടാൻ പരമാവധി കരയാണ്. നിങ്ങൾ കൂട്ടമായി പറഞ്ഞാൽ ശ്രദ്ധിക്കും. കൂട്ടം പറയുമ്പോൾ പണി നിൽക്കും. പണി നിന്നാൽ എല്ലാം നിൽക്കും. എല്ലാം നിൽക്കാൻ ലാഭവും നിൽക്കും, പ്രവർത്തനവും നിൽക്കും. അപ്പോൾ ശ്രദ്ധിക്കും. ആ വരവിന്റെ വഴിയിലാണ് സംഘടന. സംഘടന മനോഹരമായ ഒരു പദത്തിന്റെ പ്രയോഗമല്ല, അത് വിലപേശലിന്റെ ആയുധം. ആ വിലപേശൽ സംഘടന നടത്തുമ്പോൾ കൂട്ടായ വിലപേശലിനെയും സംഘടനാ സ്വാതന്ത്ര്യത്തെയും അംഗീകരിക്കണം. ഈ ലേബർ കോഡ് അത് ഇല്ലാതാക്കുകയാണ്, അതെല്ലാം കുറ്റകരമാക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളെല്ലാം വളരെ വിശദമായി സിഐടി കൊണ്ടുവന്നിട്ടുണ്ട്. കരിമലയാന്റെ ഒടുവിലത്തെ ലഘുലേഖ മലയാളത്തെ കൊടുത്ത് പാഠ്യപുസ്തകം പോലെ വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. വായിക്കണം, പങ്കെടുക്ക. ഇത് മാത്രമാണ് നിങ്ങളുടെ സംഘടനാ അവകാശത്തെ ഇല്ലാതാക്കുക. പണിമുടക്ക് ആരുടെയും സൗജന്യമല്ല. പണിമുടക്കിന്റെ വരവിന്റെ വഴിയിലെ താത്വിക പ്രശ്നം ഞാൻ ഇന്ന് പണിക്ക് വരുന്നില്ല എന്ന് പറയാനുള്ള എന്റെ അവകാശം. പണിമുടക്ക് നിരോധിക്കാന്ന് വെച്ചാൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം വന്നേ പറ്റൂ എന്ന് പറയുന്ന അടിമകളോട് പറയേണ്ടത്. ആത്മാഭിമാനവും ഒരു വ്യക്തിത്വമുള്ള തൊഴിലാളി പണിക്ക് ഇതെല്ലാതിരിക്കാൻ തീരുമാനിച്ചാൽ പറഞ്ഞാൽ അത് മാനിക്കണം. അവരിട്ടല്ലെങ്കിലോ നിങ്ങളുടെ കൂലി വ്യവസ്ഥയും
നിങ്ങളുടെ തൊഴിൽ മേഖല പരിതോവസ്ഥയും അവര് കിട്ടുന്ന ആത്മാഭിമാനത്തിൽ കുഴപ്പമില്ലാത്ത പരിസ്ഥിതി കണ്ടിട്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാലോ? ഇല്ല. അതിനാലും ചേർന്ന് പറഞ്ഞാലോ? അതൊരു സിംഹഗർജനമാണ്. ഒരു സമൂഹത്തിന്റെ ഉത്പാദന പ്രക്രിയയിലെ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച തൊഴിലാളികൾ ഞങ്ങൾ വരില്ല എന്ന് പറയുന്ന പണിമുടക്ക് അത്രയും ഒരു ആയുധം ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അത് നമ്മൾ സമ്മതിക്കില്ലെന്നല്ല, പണിമുടക്ക് ആലോചിക്കാൻ യോഗം കൂടുതൽ സമ്മതിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോഴോ പുതിയ കാലം ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇതിന്റെ ലേബർ കോഡിന്റെ രംഗങ്ങളിൽ ഇവിടെ മാത്രമല്ല, നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തിൽ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, പിന്നെ സന്യാസം, അതൊന്നും ഇവിടെ അത് നേരമില്ല. ഒരു തൊഴിലാളി അവൻ രാജ്യത്തെ നില തൊഴിലില്ലാതെ വരില്ല. പക്ഷെ മാർസും വീട്ടുകാരും ഒക്കെ പറഞ്ഞു തൊഴിലില്ലാത്തവനും തൊഴിലാളിയാണ്, തൊഴിലില്ലാത്തവരും തൊഴിലാളിയാണ്. അതൊരു ക്ലാസ്സാണ്. ക്ലാസിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഒരുപാട് നീണ്ടുപോയി. അത് വേറൊരു ക്ലാസ് ആക്കണം ക്ലാസിന്റെ കാര്യം. അതപ്പം ചെയ്യും. പക്ഷേ ആ തൊഴിലാളി വർഗം അവരുടെ നിലപാടുകളുടെ ഭാഗമാണ്. സംസാരിക്കുമ്പോൾ അത് മാനിക്കണം. അതിനെ പൂർണ്ണമായി നിരാകരിക്കുന്ന പുതിയൊരു കാലം വരുമ്പോൾ പണിമുടക്ക് നിരോധനത്തിലേക്ക് പോയാൽ നിങ്ങൾ അടിമയാകുമെന്ന് ഇനി ഞാൻ ശൈശവമൊക്കെ പറഞ്ഞത്, ഒരാൾ പണിയില്ലാതെ നിൽക്കും. അയാളുടെ ആഗ്രഹം എവിടെയെങ്കിലും ഒരു ജോലി ചെയ്യാം. കാരണം ഒരു കണ്ടീഷൻ വയ്ക്കുന്നില്ല, ദിവസക്കൂലിയാകെ മറ്റൊന്നും പറയുന്നത്. പണി കുറച്ചൊക്കെ കഴിയുമ്പോഴാണ് എന്നെ സ്ഥിരപ്പെടുത്തൂ, എല്ലാം സ്ഥിരപ്പെടുത്തൂ. സ്ഥിരമെന്ന് പറയുന്നത് ജീവിതമാണ്. ഇന്ന് ഉറങ്ങുന്നൊരു തൊഴിലാളിക്ക് നാളെ പണിക്ക് പോകാൻ തലവ് കിട്ടുന്ന കൂലിയും അറിയാമെങ്കിൽ ആ ഉറക്കം നന്നായിട്ട് നടക്കും. നാളെ നേരം വെളുത്താൽ നിങ്ങൾക്ക് പണി തേടി പോകേണ്ടി വരികയും അവിടെ കിട്ടുന്ന കൂലി അരാജകമാവുകയും ചെയ്താൽ പിന്നെ എന്ത് ചെയ്യും? ഉറങ്ങണമെന്നില്ല, തിരിഞ്ഞു പറഞ്ഞു കിടക്കും. നിങ്ങളുടെ കുടുംബജീവിതവും സമാധാനവും നഷ്ടമാകും, നിങ്ങൾക്ക് രക്ഷയില്ലാതെ വരും. അതുകൊണ്ടൊരു തൊഴിലാളി രക്ഷാബോധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊഴിൽ സുരക്ഷയാണ്. ആ സുരക്ഷയിൽ ജീവിതകാലത്തിൽ വേണ്ട ഒരു കാര്യം ദീർഘകാലത്തേക്കുള്ള പദ്ധതി തയ്യാറാക്കി കുടുംബ ബഡ്ജറ്റിലൂടെ പോകണം. നിങ്ങൾ പരിവയ്ക്കുന്നത്, പറമ്പ് പിടിക്കുന്നത്, കുട്ടികളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ മാസശമ്പളത്തിൽ നടക്കുക ഇല്ലല്ലോ. പിന്നെ എന്ത് ചെയ്തു? വരും മാസങ്ങളിലെ ജോലിയുടെ ശമ്പളത്തിന്റെ അടവ് വഴി നിർത്താമെന്ന് കണക്കാക്കിക്കൊണ്ടാണ് ഇതെല്ലാം ചെയ്തു വെച്ചത്. അതിനർത്ഥം തൊഴിലുണ്ടെങ്കിലേ നിങ്ങൾക്ക് ജീവിതമുള്ളൂ, തൊഴിലില്ലെങ്കിൽ പിന്നെ മരണത്തെക്കാൾ കഷ്ടമാണെന്നാണ് അർത്ഥം. ആ അവസ്ഥയെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇപ്പോ നിയമഗിരിവേണ്ടി വന്നിരിക്കുക. നാലുണ്ടാവും, അത്രേ ഉള്ളൂ. എന്നാൽ ഇവർക്ക് ഇവിടെ ആയുസ് കൂടി കുറിച്ച് വരാൻ പാടില്ല. 5-ാം കൊല്ലം മരിച്ചു എന്ന് വരാൻ പാടില്ല. ഇറ്റ് ഇസ് ബെറ്റർ. മറ്റുള്ളവരുടെ ആയുസിൽ ഇടപെടുക, അവരുടെ ആരോഗ്യത്തിൽ ഇടപെടുക, അവരുടെ സമാധാനത്തിൽ ഇടപെടുക, സന്നദ്ധമായ തൊഴിൽ ശക്തിക്ക് അവസരം കൊടുക്കാതിരിക്കുന്ന ഒരു പരിപാടി ഈ നിയമ പദ്ധതിക്കകത്തുണ്ട്. ഇനി നിങ്ങൾ സ്ഥിരം തൊഴിലാളിപ്പ് ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഞാൻ വിശദീകരിക്കണ്ട. സ്ഥിരം തൊഴിലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമാണ്. നിങ്ങളുടെ കല്യാണ മാർക്കറ്റിൽ പോയി സുമുഖനും സുന്ദരനും എല്ലാം ഒക്കെയാണ്. പെണ്ണിനൊക്കെ രഞ്ജി വയ്ക്കും. എന്താ ജോലി? അടുത്ത ജോലി എന്താ? ജോലി എന്താ? സ്ഥിരമാണോ? ഇയാൾക്ക് തലയ്ക്ക് സ്ഥിരമാണെന്നല്ല, സ്ഥിരമായ വരുമാനം ഉണ്ടെന്ന ചോദ്യം. അത് ഇയാളുടെ ഇഷ്ടക്കുറവുകൊണ്ടല്ല, മോളുടെ ഇഷ്ടം കൊണ്ടല്ല. കഞ്ഞി കുടിക്കൂ പതിവായിട്ടത് മോള് ചെറുതെന്ന് ചോദിക്കുക. പണ്ടാണുങ്ങൾക്ക് മാത്രമാണെങ്കിൽ ഇപ്പൊ പെണ്ണുങ്ങൾക്ക് മാത്രമാണ്. അപ്പൊ തൊഴിലിന്റെ രക്ഷ, സ്ഥിരത, അതുവഴിയുള്ള വരുമാന സ്ഥിരത ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തിന്റെയും തൊഴിലവകാശത്തിന്റെയും പ്രശ്നമാണ്. തൊഴിലവകാശം മൗലികമാണ്, മൗലികമാണ്, സൗജന്യമല്ല. നിങ്ങൾ ജീവിക്കുമ്പോൾ ഈ പ്രകൃതിയുമായി ഇടപെട്ടുകൊണ്ടേ പോകാൻ പറ്റും. ആ പോകുന്ന പ്രകൃതിയുമായുള്ള ബന്ധങ്ങളെ ചിട്ടപ്പെടുത്തി വരുന്ന പെരുമാറ്റത്തിന്റെ എത്രത്താണ് ജീവിത തൊഴിലുകൾ വരുന്നത്. എല്ലാവർക്കും അവസരം വേണം. അവസരം ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. തൊഴിലൊക്കെ ഒരു തെളിവായിരുന്നു.
ഒരുപാട് ലക്ഷങ്ങൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള ശേഷി ഈ രാജ്യത്തിനുണ്ട്. സമ്പത്ത് ഉത്പാദിപ്പിക്കുകയാണ് ഇവിടെ. നാം ഈ സംസാരിച്ച് യോഗ തുടങ്ങിയതിന് ശേഷമുള്ള കഴിഞ്ഞ 1.5 മണിക്കൂറിനിടയിൽ ഇന്ത്യയിൽ ഉത്പാദിപ്പിച്ച സമ്പത്ത് ലക്ഷക്കണക്കിന് കോടിയാണ്. ആർക്ക് പോയി, ആർക്ക് കിട്ടി? അതാണ് പ്രശ്നം. അതുകൊണ്ട് ലേബർ കോഡിനകത്ത് നിലവിലുള്ള തൊഴിലാളികളെ പിഴിഞ്ഞെടുക്കുകയാണ്. ആ പിഴിഞ്ഞെടുക്കുന്നത് അവിടെ കൊണ്ട് നിർത്തുന്നില്ല. നിങ്ങളുടെ തൊഴിൽകാലം കഴിഞ്ഞാൽ നിങ്ങളെ വിടില്ല. നിങ്ങളുടെ ESI എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് താറുമാറായി, എംപ്ലോയീസ് പെൻഷൻ ഫണ്ട് തകർത്തു. ജീവിതകാലത്തിന്റെ സായാഹ്നത്തിൽ തൊഴിലെടുത്ത ആൾക്ക് അയാൾ തൊഴിലാളി ആയിരിക്കുമ്പോൾ സംരക്ഷിച്ചൊരു നിലവാരം വേണ്ടി. ഇന്ന് പുറത്തേക്ക് പോകണം, വസ്ത്രം വേണം, യാത്ര ചെയ്യണം, ഭക്ഷണം കഴിക്കണം, ഒരു പെൻഷൻ പിൻവലിക്കാൻ വേണ്ടി. വരുമാനമില്ലാത്ത മാതാപിതാക്കളെ കുട്ടികൾ നോക്കുന്ന പഴയ പ്രമാണം നിൽക്കില്ല. അണുകുടുംബത്തിന്റെ പുതിയ കാലത്ത് വ്യക്തികളുടെ അവകാശങ്ങളുടെ സാധുത അംഗീകരിക്കും നിങ്ങളെങ്കിൽ ഓരോരുത്തരും മരിക്കുന്നത് വരെ അന്തസ്സായി ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതായത് സൗജന്യമല്ല. നിങ്ങൾ പെൻഷൻ ആക്രമണം, ഈ രാജ്യത്ത് കൊടുക്കേണ്ട പെൻഷൻ കൊടുക്കാതിരിക്കുന്ന പരിപാടി, മൂലധനം ആ പണമെല്ലാം അങ്ങ് ആവാഹിച്ചെടുക്കുകയാണ്. ആർക്ക് വേണ്ടി? അതാണ് ലോകത്ത് നടക്കുന്ന പണി. ആ പണിനകത്ത് ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ നമ്മളെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയിൽ ഞാൻ കേരളത്തിന്റെ കാര്യം പറയാം. ഞാൻ ഈ പറഞ്ഞ ലോക രാഷ്ട്രീയത്തിന്റെ സാമ്പത്തിക വിശദാംശങ്ങളുടെ ഒരു നേർ സന്ദർഭമാണ് കേരളം. കേരളത്തെ നമ്മൾ ബദലെന്ന് പറയും. നമ്മൾ ആഗ്രഹിക്കുന്ന ബദലൊന്നും ആയിട്ടില്ല, അങ്ങനെ സമ്മതിക്കില്ല. അതിനു മുമ്പ് വെടിച്ചുകൾ നടത്തുകൂടെ. നമ്മൾ ചെയ്യുന്നത് സാധ്യമായ ചില ബദലുകൾ അവതരിപ്പിക്കാം. അതിന് പരമാവധി പറയാവുന്ന പേര് ബദലെന്നുള്ളതിനേക്കാൾ ആശ്വാസങ്ങൾ. ആശ്വാസം വാക്കുകൾ കൊടുത്താൽ സ്വാതന്ത്ര്യം പോലെ പോകും, പോരാ. അതിന് പ്രത്യക്ഷ അനുഭവത്തിന്റെ പിൻബലം ഉണ്ടാകണമെങ്കിൽ, മെറ്റീരിയൽ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഈ സംസ്ഥാന ഗവൺമെന്റ് പണം ഇറക്കണം. പണം ഇറക്കണോ വേണ്ടോ എന്നുള്ളത് രാഷ്ട്രീയ വിവേചനമാണ്. ഈ ഗവൺമെന്റ് അതുണ്ട്. പക്ഷേ വിവേചനാധികാരത്തിന് രാഷ്ട്രീയ ഒരു ഉറപ്പുള്ളപ്പോഴും പണത്തിന് പണമെന്നൊരു പകരമില്ല. അവിടെയാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ. നമ്മുടെ ഇന്നത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ ദാർഢ്യം നമ്മുടെ ധനസമാഹരണത്തിനെ കൂടി അനുവദിച്ചാൽ ഒരു പ്രശ്നമില്ല. ഇന്നത്തെ സമരമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് കേട്ടില്ല. കേരള ഗവൺമെന്റിന്റെ ബജറ്റിന് വേണ്ടിയുള്ള രാഷ്ട്രീയ ദാർഢ്യം ധനസമാഹരണത്തിലേക്ക് കൂടി നമുക്ക് അനുവാദം തന്നാൽ കേൾക്കണം, ചിത്രം മാറും. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കറൻസി അടിക്കാനുള്ള അവസരം കേരള ഗവൺമെന്റ് തരണം. ഇപ്പൊ നമ്മൾ അടിക്കുന്നത് ഗസറ്റ് പത്രമാണ്. ഗസറ്റിന് പ്രശ്നം തീരില്ല. പിന്നെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങൾ ഫെഡറലാണ്. ഫെഡറൽ വലിയ കൺസെപ്റ്റാണ്. രാജ്യാന്തര ബന്ധങ്ങൾക്കകത്ത്, രാജ്യത്തിനകത്തുള്ള ആഭ്യന്തര ബന്ധങ്ങൾക്കകത്ത് ഫെഡറൽ എന്ന് പറഞ്ഞാൽ ലൂസാണ്, അതേസമയം റിജിഡാണ്. അങ്ങനെയാണ് ശക്തമായ കേന്ദ്രവും സംതൃപ്തമായ കേരളവും അല്ലെങ്കിൽ സംസ്ഥാനം നിരാകരിക്കാൻ പറ്റും. ഇതൊന്നും വെറുതെ ഉണ്ടായ വാക്കുകൾ. ശക്തമായ കേന്ദ്രം. അപ്പോ ഈ അവസ്ഥയിൽ കേരളത്തെ സാമ്പത്തികമായി അങ്ങേയറ്റം ജനിക്കുന്ന മുക്കുകൾ ഇന്നലത്തെ പ്രസംഗമുള്ള ഗംഭീരമായ രാഷ്ട്രീയ പ്രസ്താവന അത് മുഴുവൻ കേൾക്കണം. അത് പറയാത്ത അർഹത നമ്മൾ നേടിയിട്ടുണ്ട്. കഴിഞ്ഞ 10 കൊല്ലം വിശേഷം. അതിനു മുമ്പുള്ള VSന്റെ കാലത്തെ 5 കൊല്ലം. അതുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ ചുരുളൻ സാഹചര്യങ്ങൾക്കകത്ത് എങ്ങനെയാണ് നിൽക്കുക എന്നത് കാണിക്കുമ്പോൾ പുതിയ സാഹചര്യത്തിൽ നമ്മൾ വിഷമിപ്പിക്കുക. ഏറ്റവും പ്രധാനം ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയമായ ശത്രുതയോടെ ധനപ്രശ്നങ്ങളൊക്കെ ഇടപെട്ട് നമ്മുടെ രാഷ്ട്രീയ നിലപാടുകളെ തകർക്കുകയാണ്. രാഷ്ട്രീയ നിലപാടിന്റെ മർമ്മം വികസനമാണ്. വികസനത്തിന്റെ പ്രശ്നം സാമൂഹ്യ വികസനം മാത്രമല്ല, നമ്മുടെ നാട്ടിലെ പശ്ചാത്തല വികസനം. പശ്ചാത്തല വികസനത്തിന്റെയും സാമൂഹ്യ രക്ഷാ പരിപാടികളുടെയും ഒരു സംയുക്തത്തിന്റെ നടത്തിപ്പിന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ ഒരു ജനത ഒന്നും ചെയ്യുന്നതിന് പകരം ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഇവിടുത്തെ പ്രതിപക്ഷ മർമ്മങ്ങളിലേക്ക് വരുന്നില്ല. കേരളത്തിൽ അർഹമായി തന്നില്ലെങ്കിൽ ശത്രുക്കളോട് പോലും കൊടുക്കണമെന്ന് പറയണം. പണ്ട് സംസ്കൃതത്തിലൊരു ചൊല്ലുണ്ട്. 2 കുട്ടികൾ തമ്മിൽ വലിയ തർക്കം. അവർ വലിയ സുഹൃത്തുക്കളൊക്കെയാണ്.
കുടുംബങ്ങളുടെ സുഹൃത്തുക്കൾ തർക്കം മൂത്തപ്പോ വീട്ടിൽ പോയി ചീത്ത മോശപ്പെട്ട ചെയ്തു. അപ്പൊ മറ്റവൻ പറഞ്ഞു, നല്ലവൻ പറഞ്ഞു, താമാമാതാ പതിവ്രത. ഈ വഴക്കില്ല അതിനിടയിൽ മറ്റവൻ പറഞ്ഞു നഹി നഹി എന്ന് പറഞ്ഞു. ആദ്യത്തെ പയ്യൻ പറഞ്ഞത് നിന്റെ അമ്മ നല്ലവളാണെന്നാ. ദേഷ്യം വന്നപ്പോൾ പറഞ്ഞു അങ്ങനെയൊന്നും ഇന്നത്തെ തള്ള പിഴയാണെന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെ ചെയ്യരുത്. ഈ സംസ്ഥാനത്തെ പീഡിപ്പിക്കുമ്പോൾ രാഷ്ട്രീയാതീതമായ ഒപ്പം നിൽക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഇവിടെ സമരം ആട്ടുകുട്ടിയും ചെന്നായി തമ്മിലാണ്. നിങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കാൻ അവകാശമില്ല. നിങ്ങൾ ആട്ടുകുട്ടിയെ രക്ഷിക്കണമെങ്കിൽ ചെന്നായി ഓടിക്കണം. ആ ചെന്നായി കേന്ദ്ര ഗവൺമെന്റ് നിലപാടുകൾ അമിത്ഷാ പ്രസംഗിച്ചിട്ട് പോയി ചെയ്തു കളയൊന്ന് പേടിപ്പിക്കരുത്. അതുകൊണ്ട് ഈ രാഷ്ട്രീയത്തെ ഇപ്പൊ ചിലരുടെ ധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ അത്ര സീറ്റുകൾ കിട്ടാത്തത് കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിക്കുന്ന സ്വപ്നം കണ്ടോളൂ. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അടുത്ത തെരഞ്ഞെടുപ്പ് അങ്ങനെ പറയുന്നതിനകത്ത് അങ്ങനെ പറയാൻ പാടില്ല തത്വമുള്ളതുകൊണ്ട് പറയാതിരിക്കാം. പക്ഷെ ഇടതുപക്ഷ ഗവൺമെന്റ് ആവർത്തിച്ച് വരുമെന്ന കാര്യത്തിൽ ഒരാൾക്കും ഒരു സംശയം വേണ്ട. കാരണം അനുഭവങ്ങളാണ്. നിങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് നോക്കൂ. 6-7 മാസത്തിന്റെ വ്യത്യാസത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമായ സംസ്ഥാനങ്ങൾ എത്രയോ അവിടെ കേരളം കാണിച്ചു. കേരളത്തിലെ രാഷ്ട്രീയ ഇടതുപക്ഷം പോയി കേന്ദ്രം ഭരിച്ച് പരമാധികാരം പ്രവർത്തിക്കില്ല എന്ന് ബോധമുള്ളതുകൊണ്ടാണ് അവർ വന്നത്. നമ്മുടെ കുറവുകൊണ്ടല്ല. അതുകൊണ്ട് വർദ്ധിതമായ ആത്മവിശ്വാസത്തോടെ രാഷ്ട്രീയ നിലപാടുകൾ നമ്മൾ എടുത്തതിന്റെ ശരികൾക്ക് പിടിച്ചുകൊണ്ട് തെറ്റിദ്ധാരണകളൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയി ഈ ആകെ സമരത്തിന്റെ മുൻപന്തിയിൽ നമ്മുടെ തൊഴിലാളികളെയും കൃഷിക്കാരെയും പ്രധാന ഘടകമാണ്. ഇപ്പൊ എന്ത് വന്നു, ലേബർ കോഡിന്റെ പാർലമെന്റിൽ കൈപ്പറ്റിയ പാർട്ടികൾ ലേബർ കോഡ് പാടില്ല എന്ന് പറഞ്ഞപ്പോ അറിഞ്ഞോ? അല്ലേ, ഇന്ത്യ സഖ്യം ലേബർ കോഡ് പിൻവലിക്കുമെന്ന് പറഞ്ഞ അറിഞ്ഞോ? ഒരു വലിയ മാറ്റമാണ്. ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട് ഈ പ്രശ്നത്തിൽ നിലപാടെടുക്കുമ്പോൾ അതിന് പതിവിനപ്പുറത്തും മെച്ചമുണ്ട്. അത് ഇരട്ടി മധുരമാണ്. അവരോടത്ത് നിൽക്കണം. കൃഷിക്കാരുടെ വരവ് ചേർന്നല്ല. അവരും കൂടി വരുമ്പോൾ ഈ സമരത്തിന്റെ ശക്തിയുടെ ഭൗതികമായ ശേഷി, പ്രഹരശേഷി ഭരണകൂടത്തെ ഞെട്ടിക്കും. കൃഷിക്കാർക്ക് മാത്രം അത് കഴിഞ്ഞു നമ്മുടെ പിന്തുണയും. ഇപ്പോ നമ്മളും അവരും ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ചേരുമ്പോൾ അത് മഹാഭൂരിപക്ഷമാണ്. ഒരു ജനതയുടെ മഹാഭൂരിപക്ഷത്തിന്റെ വിവേചനാധികാരത്തെയും ആത്മശക്തിയെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും ഈ ഭൂമിയിൽ അവകാശമില്ലെങ്കിൽ മോദിയെ പിന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ഈ സമരം തുടരും. പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു.